ആഗോള വിപണിയിൽ വലിയ മാറ്റമുണ്ടാക്കാവുന്ന തീരുമാനങ്ങളുമായാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എത്തുന്നത്. ഇറക്കുമതി തീരുവകൾ പ്രഖ്യാപിച്ചു. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 26% തീരുവ ചുമത്തി. അമേരിക്കയിൽ ഇറക്കുമതി ചെയ്യുന്ന എല്ലാ ഉൽപ്പന്നങ്ങൾക്കും ഇനി മുതൽ 10% തീരുവ നൽകണം. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് അധിക തീരുവ ചുമത്തുന്ന രാജ്യങ്ങൾക്ക് അധിക നികുതിയും ചുമത്തും. ചൈനയ്ക്ക് 34%, യൂറോപ്യൻ യൂണിയന് 20%, ജപ്പാൻ 24%, പാകിസ്ഥാന് 29% എന്നിങ്ങനെയാണ് തീരുവ ചുമത്തിയിരിക്കുന്നത്. 46%, we're charging them 24%. India, very, very tough, very, very tough. The Prime Minister just left. He's a great friend of mine, but I said, you're a friend of mine, but this is one of the most important days, in my opinion, in American history. It's our declaration of economic independence. For years, hardworking American citizens were forced to sit on the sidelines as other nations got rich and powerful, much of it at our expense. But now it's our turn to prosper, and in so doing use trillions and trillions of dollars to reduce our taxes and pay down our national debt, and it'll all happen very quickly. With today's action, we are finally going to be able to make America great again, greater than ever before. വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും രഞ്ജിൽ രാജ് ചേരുന്നുണ്ട്. രഞ്ജിൽ, മോദിയെക്കുറിച്ച് പ്രശംസിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇന്ത്യക്ക് 30% തീരുവ ചുമത്തിയ കാര്യം എടുത്തു പറയുന്നത്. ഇന്ത്യക്ക് ഏതാണ്ട് 26 മുതൽ 30% വരെ വർധനയാണ് തീരുവയിൽ ഉണ്ടാകാൻ പോകുന്നത്. മറ്റു രാജ്യങ്ങളുടേത് 20ഉം 24ഉം ആകുമ്പോഴാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്താണെന്നും വലിയൊരു വ്യക്തിയാണെന്നും ഇന്ത്യൻ പ്രധാനമന്ത്രിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ഇന്ത്യയുടെ തീരുവ അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് ഈ പകരച്ചുങ്കം അല്ലെങ്കിൽ തീരുവ ഇന്ത്യൻ വിപണിയെയും അതുപോലെ തന്നെ കേരളത്തിലെ വിപണിയെയും ബാധിക്കുക? തുല്യ, മേക്ക് അമേരിക്ക വെൽത്ത് അഗെയിൻ എന്ന പരിപാടിയിലാണ് ഡൊണാൾഡ് ട്രംപിന്റെ ഈ ഒരു പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത്. അതായത് അമേരിക്കയിലേക്ക് ഇനി മുതലുള്ള അമേരിക്കയിൽ ഇറക്കുമതി ചെയ്യുന്ന എല്ലാ ഉൽപ്പന്നങ്ങൾക്കും ഇനി മുതൽ 10% തീരുവ നൽകേണ്ടി വരും. അതുപോലെ തന്നെ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ മേലും ഈ ഒരു തീരുവ ചുമത്തിയിട്ടുണ്ട്. അതിൽ എടുത്തു പറയേണ്ട കാര്യം ഇന്ത്യയുടെ തന്നെയാണ്. കാരണം നമുക്കറിയാം, കഴിഞ്ഞ ദിവസം മോദി ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഈ ഒരു കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ ട്രംപ് നടത്തിയ ഒരു പ്രസ്താവന മോദി തൻ്റെ അടുത്ത സുഹൃത്താണ്, അല്ലെങ്കിൽ ഇന്ത്യ തങ്ങളുടെ അടുത്ത ഒരു സുഹൃത്ത് രാജ്യമാണ് എന്ന തരത്തിലായിരുന്നു. പക്ഷെ എന്നിരുന്നാലും കൂടി ഈ ഒരു തീരുവയുടെ കാര്യം വരുമ്പോൾ സുഹൃത്തും അല്ലെങ്കിൽ സൗഹൃദങ്ങളൊന്നും തന്നെ വില പോകില്ല എന്നൊരു ഒരു സ്റ്റേറ്റ്മെന്റ് കൂടി നമുക്കിവിടെ കാണേണ്ടി വരും. കാരണം നമുക്കറിയാം, ഇന്ത്യയിൽ അമേരിക്കയ്ക്ക് മേൽ ചുമത്തിയിരിക്കുന്ന 52% തീരുവയാണ്. ഇതിൽ നിന്ന് തിരിച്ചടിയായി അല്ലെങ്കിൽ ഇന്ത്യക്ക് മേൽ വേറൊരു പ്രഹരം എന്ന് തന്നെ നമുക്ക് ഈ ഒരു തീരുവയെ കാണാം. 29% ഇന്ത്യക്ക് മേൽ തീരുവയായി ചുമത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ UN ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ മേലും അമേരിക്ക ഇത്തരത്തിൽ തീരുവ ചുമത്തിയിട്ടുണ്ട്. UN 20%, UK 10%, പാകിസ്ഥാന് 29%, ചൈനയ്ക്ക് മേൽ 40%, എന്നിങ്ങനെയൊക്കെയായിരുന്നു തീരുവ ചുമത്തിയിരിക്കുന്നത്. ഇത് തീർച്ചയായും ആഗോളതലത്തിൽ മൊത്ത വ്യാപാരത്തിൽ അല്ലെങ്കിൽ മൊത്ത വിപണിയെ നല്ലപോലെ ബാധിക്കാനുള്ള ഒരു സാധ്യത ഉണ്ട്. അതിൽ തന്നെ നമുക്ക് എടുത്തു പറയേണ്ടത്, ഇന്ത്യയുടെ കാര്യത്തിൽ പറയുമ്പോൾ ഇന്ത്യയിൽ വസ്ത്രങ്ങൾ, അതുപോലെ മോട്ടോർ വാഹനത്തിൻ്റെ വസ്തുക്കൾ, അതുപോലെ തന്നെ ആഭരണങ്ങൾ എന്നീ എല്ലാ മേഖലയിലും സാരമായി ബാധിക്കുമെന്ന് തന്നെയാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാകുന്നത്. ഈ ഒരു തീരുവ പ്രഖ്യാപിച്ചതിൻ്റെ തൊട്ട് പിന്നാലെ ഓഹരി വിപണിയും ഇടിഞ്ഞിട്ടുണ്ട്. ഓഹരി നിലവാരം താഴേക്ക് പോയി എന്നുള്ള ഒരു വാർത്തയൊക്കെ വരുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ഈ ഒരു ഡൊണാൾഡ് ട്രംപിൻ്റെ ഈ ഒരു പ്രഖ്യാപനം ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് ഇന്ത്യയിൽ തന്നെയാണ്. ഇതിൽ ഇപ്പോൾ കൂടുതൽ പ്രതികരണങ്ങൾ വരുന്നുണ്ട്. അതായത് കഴിഞ്ഞ ദിവസം ഒക്കെ തന്നെ മോദിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ മോദി നടത്തിയ പ്രതികരണങ്ങളും അതുപോലെ തന്നെ ട്രംപ് നടത്തിയ പ്രതികരണങ്ങളും ഒക്കെ തന്നെ എല്ലാവരും എടുത്ത് വിലയിരുത്തുന്നുണ്ട്. ഇത്തരത്തിലൊക്കെ പ്രതികരണം നടത്തിയിട്ടും അല്ലെങ്കിൽ സൗഹൃദ സംഭാഷണങ്ങളൊക്കെ ഉണ്ടായിട്ടും എന്തുകൊണ്ട് ട്രംപ് തീരുവയുടെ കാര്യത്തിൽ വരുമ്പോൾ ഇന്ത്യയെ പരിഗണിച്ചില്ല എന്നൊരു ചോദ്യമൊക്കെ ഉയരുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ഈ ഒരു തീരുവ ഇന്ത്യക്ക് ഏറ്റ കനത്ത തിരിച്ചടിയായിട്ട് തന്നെയാണ് നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നത്. ഇനി വരും ദിവസങ്ങളിലും ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്തായാലും നമുക്ക് ഓരോ ദിവസങ്ങളായിട്ട് പുറത്തു വരും. നിലവിൽ ഈ ഒരു തീരുവ മറ്റന്നാൾ വരെ നിലവിലുണ്ടാകും. അതായത് നിലവിലെ തീരുവ മറ്റന്നാൾ വരെയും, കൂടിയ തീരുവ ഏപ്രിൽ 9-നാണ് നിലവിൽ വരിക.
അതുപോലെ തന്നെ ഈ അമേരിക്ക ഈ ഒരു ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേറിയ സമയത്ത് എടുത്ത കുറേ കാര്യങ്ങളുണ്ട്. അതായത് ഇപ്പോൾ കുടിയേറ്റവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായാലും UK അഗെയിൻസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതെല്ലാം തന്നെ പ്രാവർത്തികമാക്കുന്ന തരത്തിലുള്ള തീരുമാനങ്ങളാണ് വരും ദിവസങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ തന്നെ ഇനിയിപ്പോൾ വരും ദിവസങ്ങളിൽ ഇനിയും ഡൊണാൾഡ് ട്രംപിന്റെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ നിയമ നടപടികൾ ഏത് തരത്തിലായിരിക്കുമെന്ന് തന്നെയാണ് രാജ്യങ്ങളൊക്കെ തന്നെ ഉറ്റുനോക്കുന്നത്. എന്തായാലും ഈ ഒരു തീരുവയുടെ കാര്യത്തിൽ ഇന്ത്യക്ക് തന്നെയാണ് ഇപ്പോൾ കനത്ത തിരിച്ചടി ഏറ്റിരിക്കുന്നത്. അതുല്യ.